അള്ളാന്റെ സ്ഥാനം വേറൊരാൾക്ക് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ നിസ്സാരനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഖബറിന്, ഒരു നൂലിന്, ഒരു പ്രതിരൂപത്തിന് അള്ളാന്റെ മഹത്വം ചാർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളയും അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പം അതിനേക്കാളും ഗുരുതരമായൊരു തെറ്റൊരാൾ ദുൽമൊരാൾ വെറുതെ ചെയ്യാനാണ്. ഇവിടെ ഇന്ന ശിർക്കല്ല ദുൽമുനാദി, ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞ ശിർക്കാണ്. അപ്പോൾ ആ ശിർക്ക് ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ, ശിർക്ക് ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ, ഈമാനും ഒരാൾക്കുണ്ടെങ്കിൽ ഉലൈക ലഹുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്. ആ നിർഭയത്താണ് ആ നിർഭയത്വമാണ് ആ സ്വത്ത്. ഒന്നും പേടിക്കാല്ല, യാതൊരു ഭയവുമില്ലാതെ ഒരു മനുഷ്യൻ ഇരിക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണ സമാധാനത്തിലും പൂർണ്ണ സന്തോഷത്തിലും പൂർണ്ണ ആസ്വാദനത്തിലുമാണ് ആവുന്നത്. അതിൽ യാതൊരു സംശയമില്ല. നേരത്തെ പറഞ്ഞതൊക്കെ മനുഷ്യന് ആസ്വാദനം കിട്ടാൻ കാരണം മനുഷ്യന്റെ ശരിയായ ബുദ്ധിയെ മരവിപ്പിച്ചതുകൊണ്ട് കിട്ടിയതാണ്. നമ്മളെ ശരിയായ ബുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യൻ എന്ത് ചെയ്യും, സാധിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഈ തെറ്റ് ശിർക്കില്ലാതിരിക്കുക. പിന്നെ ആ ശിർക്കില്ലാതിരുന്നാൽ ഉലൈക ലഹുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചു, ശരിയായ മുസ്ലിമായി, സ്വർഗത്തിന് അവകാശിയായി. 2 ഗുണ പറഞ്ഞു.